പുറത്തൊന്നും പോയി ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാളാണോ നിങ്ങൾ? ചെറിയ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു മാർഗ്ഗമാണ് ഈ ഹോം ബൊട്ടീക്ക് എന്ന് പറഞ്ഞാൽ. ഹോം ബൊട്ടീക്ക് നമ്മൾ തുടങ്ങുന്നതിന് നമുക്ക് ഒരു ചിലവും ഉള്ള കാര്യമല്ല. നമുക്ക് ആവശ്യം വേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആത്മവിശ്വാസം, രണ്ടാമത്തെ കാര്യം കഴിവ്. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യത്തിൽ അത്യാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു കുർത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ആ കുർത്തീനെക്കുറിച്ച് സകലമാന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പല ടൈപ്പുകളുണ്ട്, അതെല്ലാം ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഫ്രോക്കാണെങ്കിൽ പലതരത്തിലുള്ള പല മോഡലുകളിലുള്ള ഡ്രസ്സുകൾ കുട്ടികൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ, വലിയ കാര്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും ഒരു ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ധൈര്യമാണ്, ആത്മവിശ്വാസം വേണം. അതുപോലെ തന്നെ ആ ചെയ്യുന്ന തൊഴിലെന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുകയും ചെയ്യണം. പിന്നെ ഇതിന് വീട്ടിലിരുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതെങ്കിൽ നമുക്ക് ആവശ്യം വേണ്ട ഒരു സംഭവമാണ് ഒരു മുറി. സ്വന്തമായിട്ട് ഒരു മുറി വേണം. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മുറി ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ മുറിയാണെങ്കിൽ നമുക്കിതിനായിട്ട് ഉപയോഗപ്പെടുത്താം. ആ മുറിയുടെ ഏതെങ്കിലും ഒരു കോർണർ, നല്ല വെട്ടവും വെളിച്ചമൊക്കെ കയറുന്ന ഒരു കോർണർ നമുക്ക് ഇതിനായിട്ട് സെറ്റ് ചെയ്യാം. അതിന് ശേഷം പിന്നീട് ഇതിൽ നല്ല ലാഭം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു മുറി വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് വേണ്ടിയുള്ള സെറ്റപ്പുകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഇപ്പോഴല്ല, പിന്നെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു മുറി എടുക്കുന്ന കാര്യം. ആ മുറി എടുത്ത് അത്യാവശ്യം ലൈറ്റിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ വേണം, വൃത്തിയുള്ളൊരു മുറിയായിരിക്കണം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെഷീൻ വേണം. പവർ മെഷീനൊന്നും വേണ്ട കേട്ടോ, സാധാരണ മെഷീൻ മതി. നമുക്ക് സാധാരണ സിംഗറിൻ്റെ മെറിറ്റിൻ്റെയൊക്കെ മെഷീൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധാ മെഷീനായാലും കുഴപ്പമില്ല. നിങ്ങൾക്കൊരു മോട്ടറും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത് ധാരാളമായിരിക്കും. നിങ്ങളിപ്പോൾ പറയുന്നത് പോലെ എനിക്ക് പവർ മെഷീൻ ഇല്ല, എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നോട്ട് വലിയാതെ നമുക്ക് എന്താണോ ഉള്ളത് ആ ഉള്ളത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് നമുക്ക് വാങ്ങാമല്ലോ. നമ്മുടെ ബൊട്ടിക്ക് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ തുടക്കം എപ്പോഴും ചെറിയ തോതിലായിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ രണ്ട് കാര്യങ്ങളിപ്പോൾ പറഞ്ഞു. ഒന്ന്, ഒരു മുറി വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യമായ സാധനങ്ങൾ. അതിൽ ഞാൻ ഒന്നാമത്തെ പറഞ്ഞു മെഷീൻ വേണമെന്ന്. നിങ്ങൾക്ക് ഇനി ചവിട്ടി തയ്ക്കുന്ന മെഷീനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടറും കൂടെ വയ്ക്കാവുന്നതാണ്. അതിനൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല അത്. പിന്നെ നമ്മുടെ പണി ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മെഷീൻ, അതുപോലെ തന്നെ കത്രിക, ടേപ്പ്, അത്യാവശ്യം നൂല്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വേണം. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നൂല്, ലൈനിങ് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കടകളിൽ പോയി വാങ്ങാവുന്നതാണ്. അല്ലാണ്ട് നമ്മൾ ബൾക്കായിട്ട് മറ്റേ മേടിച്ച് ലൈനിങ് അതുപോലെ നൂല് പെട്ടിയായിട്ടൊന്നും മേടിച്ച് വെക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് വരുന്ന ഓർഡേഴ്സിനനുസരിച്ച് നമ്മൾ തുണി മേടിക്കാനോ അതുപോലെ തന്നെ നൂല് എന്ത് സാധനമായാലും മേടിക്കാനായിട്ട് നമുക്ക് പോയി മേടിക്കാവുന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നമുക്ക് നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടിടുക. നമ്മൾ ചെയ്യുന്ന ഡ്രസ്സും നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ഡ്രസ്സും ഒക്കെ നമ്മുടെ സ്റ്റാറ്റസായിട്ടോ നമ്മുടെ റീൽസായിട്ടോ അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ പോസ്റ്റായിട്ടൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ ഇതുവഴി മറ്റുള്ളവർ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അറിയാനും അതുവഴി നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാനും സാധ്യമാകും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയത്ത് ഡെലിവറി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഒരു സാധനം കൊണ്ടു തന്നിട്ട് ഇന്ന ദിവസം വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കുക. വേറെ അർജൻറ്റ് തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ദിവസം
തന്നെ ആ സാധനം കൊടുക്കുക. ഈ ചിലർ പറയുന്നത് കേൾക്കാറില്ലേ, ആ ചേച്ചിയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓണത്തിനാണ് ചുരിദാർ കിട്ടുകയുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ. അതൊരു പക്ഷേ തമാശയ്ക്കാണ് പറയുന്നതെങ്കിൽ കൂടി അപ്പോൾ അവരുടെ ആ ഒരു വിശ്വാസ്യതയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. എനിക്ക് ഇപ്പോൾ കൊണ്ട് കൊടുത്താൽ 2 ദിവസം കഴിഞ്ഞ് തയ്ച്ച് തരും എന്നുള്ള അവരുടെ വിശ്വാസം അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത് കൊണ്ടുതരാനും അവർ മടിക്കും. അപ്പോൾ കറക്റ്റ് ഡേറ്റിന് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം ഓർഡേഴ്സ് കിട്ടും. ഇനി ഓർഡറുകൾ കൊണ്ടുതരുന്നത് ആരാണ്? നമ്മുടെ സ്വന്തക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, പിന്നെ ആരാ? നമ്മുടെ ഫ്രണ്ട്സ്, അയൽവക്കംകാർ, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും നമ്മുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. അല്ലാണ്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും നമുക്ക് ഓർഡറുകൾ തരുമോ? അതില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ മക്കൾ, ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അയാൾ പോയിട്ട് വേറെ ഒരാളെയും കൊണ്ട് വരുള്ളൂ. അങ്ങനെ അയാൾ പോയി വേറെ ഒരാളെയും കൊണ്ട് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടും. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് കേട്ട് അറിഞ്ഞു വരുമ്പോൾ നമുക്ക് ഓരോ കസ്റ്റമറും കൂടി വരും. ഒരിക്കലും സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നഷ്ടക്കച്ചവടമല്ല, നല്ല ലാഭമുള്ള പരിപാടി തന്നെയാണ്, അതിൽ പണിയെടുക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വില നിശ്ചയിക്കുക. അതായത് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കൊന്നും കൊടുക്കാനായിട്ട് നിൽക്കരുത്. അത് നമ്മുടെ വില തന്നെ കുറയ്ക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണതിന് എത്ര രൂപ ചിലവായി, അതായത് തുണി മേടിക്കുന്നതിന് എത്ര രൂപ ചിലവായി, അതുപോലെ തന്നെ നിങ്ങളുടെ തയ്യൽ കൂലി എത്രയാണ്, ഇനിയിപ്പോൾ അതുപോലെ കൊറിയർ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അതിനുള്ള ചാർജ്, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളതിൻ്റെ ഒരു വില നിശ്ചയിക്കാൻ. എന്നാൽ ഒരുപാട് കൂട്ടി ഇടരുത്, അതുപോലെ തന്നെ ഒരുപാട് കുറച്ചും ഇടരുത്. ഒരു മിനിമം ലെവലിൽ വില നിശ്ചയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഓർഡേഴ്സ് നിങ്ങളെ തേടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കടയിടാൻ കഴിഞ്ഞില്ല എന്നോർത്തുകൊണ്ട് വിഷമിക്കേണ്ട കാര്യം, നമുക്കതൊക്കെ പിന്നീട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നല്ല വരുമാനം കിട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോപ്പൊക്കെ ടൗണിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തുടക്കം എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറുതായിരിക്കണം. അതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ഈ വീഡിയോ, അതായത് ഈ ഷർട്ട് കുർത്തി തയ്ക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.